വഴങ്ങിക്കേൾക്കുന്ന ഒരു പേരാണ് ജമീമ. സെമി ഫൈനലിൽ ജമീമ നടത്തിയ അസാധാരണ പോരാട്ടമാണ് ഇന്ത്യയെ ഫൈനലിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും തന്നിലേക്ക് ക്യാമറ തിരിച്ചപ്പോൾ ജമീമ ഉയർത്തിയ ഒരു സത്യമുണ്ട്. ഞാൻ തളർന്നുപോയി എന്ന് കരുതിയപ്പോൾ, ഞാൻ ഒന്നുമില്ലാതെയായി എന്ന് കരുതിയപ്പോൾ ഞാൻ കേട്ട ഒരു വചനമുണ്ട്: മിണ്ടാതെ ഇരിക്കുക, പതറാതെ നിൽക്കുക, ദൈവം നിനക്കായി യുദ്ധം ചെയ്യും. ഞാൻ അവിടെ നിൽക്കുക മാത്രം ചെയ്തു. എനിക്ക് വേണ്ടി പൊരുതിയത് എൻ്റെ ദൈവമാണ്. നന്ദി പറയുവാൻ അവസരം ലഭിച്ചപ്പോൾ ജമീമ റോഡ്രിഗസ് നന്ദി പറഞ്ഞ ഒരു നാമമുണ്ട്. ആദ്യമേ ഞാൻ യേശുവിന് നന്ദി പറയുന്നു. എനിക്ക് തന്നെ എൻ്റെ ശക്തിയിൽ ചെയ്യുവാൻ പറ്റാത്തതാണ് യേശു എന്നിലൂടെ ചെയ്തത്. പറക്കുന്ന ഓട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒളിമ്പിക് താരം എറിക് ലിഡലും, ജാക്ക് റോബിൻസൺ എന്ന ബേസ്ബോൾ താരവും, ഡെറിക് ഫിഷർ എന്ന NBA താരവും, അലിസൺ ഫെലിക്സ് എന്ന ഒളിമ്പിക്സ് ഓട്ടക്കാരിയും, ഡ്വെയ്ൻ വേഡ്, സ്റ്റീഫൻ കറി, ഡേവിഡ് ലീ, കെവിൻ ഡ്യൂറാന്റ്, അങ്ങനെ എത്ര താരങ്ങളാണ് അവരുടെ വിജയങ്ങളുടെ നടുവിൽ ദൈവനാമത്തെ ഉയർത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടിയ ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ മുൻപിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിന് മുൻപിൽ പതറാതെ നിന്ന് ദൈവത്തിന് അവസരം കൊടുക്കുക എന്നത്. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നിടത്ത് നാം പരാജയപ്പെടുമ്പോൾ ദൈവത്തിന് അവസരം കൊടുക്കുവാൻ നാം തയ്യാറാകണം. ദൈവം നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്തു തന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം മറന്നു പോകരുത്. അത് ഏത് വലിയ വേദിയാണെങ്കിലും, അത് ഏത് ചെറിയ ഇടത്താണെങ്കിലും നാം ദൈവനാമം ഉയർത്തണം. 10,000ങ്ങളുടെ മുൻപിലാണെങ്കിലും ഒരാളുടെ മുൻപിലാണെങ്കിലും ദൈവനാമത്തെ ഉയർത്തുവാൻ മടി കാണിക്കരുത്. നാം ഒക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചെറിയ ഒരു കമ്പനിയിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഒരു ചെറിയ വിജയം നേടിയാൽ പലപ്പോഴും ഉയർത്തുന്നത് നമ്മുടെ കഴിവിനെയാണ്. എന്നാൽ നാം മറന്നു പോകരുത്, ക്രിക്കറ്റ് ആയാലും നാം ചെയ്യുന്ന നിസ്സാരമായ പണികളാണെങ്കിലും നാം തളരുമ്പോൾ നമുക്ക് ആശ്രയം വെക്കുവാൻ ഒരു നല്ല നാഥൻ നമ്മുടെ അരികിലുണ്ട്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും എന്നത് എത്ര സത്യമാണ്.